പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ പ്രഭാതത്തിൽ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ എങ്ങനെ ഇനി സംഭവിക്കുമെന്ന് ധ്യാനിക്കാൻ പോകുന്നു. വലിയൊരു വാഗ്ദാനമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്, ധ്യാനിക്കാൻ പോകുന്നത്. വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ കാലതാമസം വരുത്തില്ല, കാല വിളംബരം ചെയ്യില്ല. വചനപ്രകാരമാണ്. കാല വിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുകയില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഒറ്റ വാക്കിൽ 3 അനുഗ്രഹത്തിൻ്റെ വചനമാണ് തമ്പുരാൻ നാമുമായി പങ്കുവയ്ക്കുന്നത്. ഓർക്കുക, 1, ദൈവം ഒത്തിരി വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവ് പറയുക, അങ്ങനെ ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഒരിക്കലും താമസം വരുത്തില്ല. 1. 2, ദൈവത്തിൻ്റെ മനോഭാവം പറയുന്നത് ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. 3, കർത്താവ് പറയുക, ദീർഘക്ഷമ കർത്താവ് കാണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പറയുമ്പോഴവർ വലിയ അനുഗ്രഹത്തിൻ്റെ വചനമല്ലേ ഇത്. നമുക്ക് പ്രഭാതത്തിൽ ഒരു അഭിഷേകമായി മാറാൻ ഏറെ സഹായിക്കും. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവം നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കർത്താവ് ആഗ്രഹിക്കുന്ന സമയത്ത് അത്ര പിടിയുന്നൊന്നും തരുന്നില്ലെങ്കിലും വചനം പറയുന്നുണ്ട്, തമ്പുരാന് വാഗ്ദാനം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവർ, അതുകൊണ്ട് ഹെബ്രായ 10:23 പറയുന്ന പോലെ നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുമ്പോൾ വിശ്വസ്തനാകിയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരത ഉള്ളവരായിരിക്കണം. അതാണ് പ്രത്യേകത. അപ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട്, വാക്ക് തരുന്നുണ്ട്, വാഗ്ദാനം നിറവേറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? ആ ദൈവത്തോട് പ്രതീക്ഷയോടുകൂടി സ്ഥിരതയോടുകൂടി നിൽക്കണം. ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല. അപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ വാശിയെടുക്കരുത്. ചില സമയത്ത് കർത്താവ് അനുഗ്രഹിക്കും, അപ്പോൾ ഈ സന്തോഷം വരും. അതൊന്നും പാടില്ല. സന്തോഷിച്ച് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവത്തോട് സ്ഥിരതയോടുകൂടി നാം വിശ്വസ പുലർത്തണം. പ്രൈസ് ദി ലോർഡ്. എങ്കിലും പ്രിയമുള്ളവരെ, ഈ 3 വചനങ്ങൾ നമുക്ക് അല്പമാ താഴെപ്പെട്ട് നോക്കാം. 1, ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ്. ഓർക്കുക, ബൈബിളിലേക്ക് നോക്കുമ്പോൾ എത്രയോ പേരോട് ദൈവം വാഗ്ദാനം ചെയ്തു, രക്ഷിക്കുമെന്ന് പറഞ്ഞു, അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞു, നിങ്ങൾ നിമിത്തമായിട്ട് മറ്റു മക്കൾ അനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിച്ചില്ലേ? നോഹ, അബ്രഹാം, ദാവീദ്, അങ്ങനെ എത്രയോ പേര്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഓർക്കുക, സങ്കീർത്തനം 105:8 പറയുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. ഇത് മതി. ദൈവം അങ്ങനെ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് അത് ഓർത്തുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കും. അതുപോലെ മറ്റൊരു വചനമാണ് 1 രാജാക്കന്മാർ 8-56 വാക്യത്തിൽ കർത്താവ് പറയാം, തൻ്റെ വാഗ്ദാനം അനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അതിനുശേഷം പറയാം, തൻ്റെ ദാസനായ മോശ വഴി വാഗ്ദാനം ചെയ്ത നന്മകളൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ പ്രിയമുള്ള സഹോദര സഹോദരി, ദൈവം എന്തൊക്കെ വാഗ്ദാനം തന്നോ അതൊക്കെ നിറവേറ്റി തരും. നിന്നോട് എന്നൊക്കെ പറഞ്ഞോ അല്ലെങ്കിൽ കർത്താവ് തന്നിരിക്കും. 2ാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, വചനം പറയുന്ന പോലെ ദൈവം നമ്മുടെ മാനസാന്തം ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ തമ്പുരാൻ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ആരും നശിച്ചു പോകണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മറിച്ച്
എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, അവയൊന്നും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, അവരെല്ലാം മാനസാന്തരത്തിൽ എത്തണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് കർത്താവ് പങ്കുവയ്ക്കുന്ന കാര്യം, ദൈവം നമ്മുടെ ദീർഘക്ഷമ കാണിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 14-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവ് ക്ഷമാശീലനും അചഞ്ചല സ്നേഹം കവിഞ്ഞു ഒഴുകുന്നവനുമാണ്, അവിടുന്ന് അകൃത്യവും അപരാധവും ക്ഷമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ദീർഘക്ഷമയുള്ളതാ. എന്ത് തെറ്റ് ചെയ്താലും തിരിച്ചു വന്നാൽ മതി, നമ്മൾ ക്ഷമ കാണിക്കും. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-34, കർത്താവിനെ അറിയുക എന്ന് ഇനി ആരും സഹോദരനെയോ അയൽക്കാരെയോ പഠിപ്പിക്കേണ്ടി വരികയില്ല, അവർ വലുപ്പ ചെറുപ്പം എല്ലാവരും എന്നെ അറിയും എന്ന് കർത്താവിൽ ചെയ്യുന്നു. ആ ചേട്ടൻ കർത്താവ് പറയുക, അവരുടെ അകൃത്യത്തെ ഞാൻ മാപ്പ് നൽകും, അവരുടെ പാപം മനസ്സിൽ വയ്ക്കില്ല. എന്തൊരു മനോഹരമായൊരു വചനമാണ്. കർത്താവ് പറയുക, എൻ്റെ എല്ലാ അകൃത്യങ്ങൾക്കും അപരാധങ്ങൾക്കും തെറ്റുകൾക്കും കർത്താവ് മാപ്പ് തരും. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞെന്താ അറിയാമോ, എൻ്റെ പാപങ്ങൾ ഒരിക്കലും മനസ്സിൽ വയ്ക്കുക പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം, ദൈവത്തിൻ്റെ സമയത്തെ നമ്മുടെ സമയമായി താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പദ്ധതി അനുസരിച്ച് ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അതാണ് പ്രിയമുള്ള ദൈവം തൻ്റെ മഹത്വത്തിനും താൻ സ്നേഹിക്കുന്നവരെ നന്മയ്ക്കുമായി എല്ലാ വാഗ്ദാനവും തികഞ്ഞ സമയത്ത് പാലിക്കുന്നു. മറക്കരുത്, ആ വചനം ഒന്നോടെ നമുക്ക് ധ്യാനിക്കാം. ദൈവം തൻ്റെ മഹത്വത്തിനും താൻ സ്നേഹിക്കുന്നവരുടെ നമ്മുടെ നന്മയ്ക്കുമായി എല്ലാ വാഗ്ദാനവും തികഞ്ഞ സമയത്ത് പാലിക്കും. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിച്ചപ്പോൾ തീർച്ചയായിട്ടും ഈ വചനം നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു അഭിഷേകത്തിൽ കർത്താവ് നയിക്കും. സ്നേഹിക്കുന്ന കർത്താവ്, ഒരു വ്യക്തി നാശം ആഗ്രഹിക്കാത്ത കർത്താവ്, എൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ കർത്താവ്, കാലവിളംബരം വർത്താതെ തന്നെ ഈശോ എനിക്ക് വേണ്ടി അനുഗ്രഹം തരും. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ധ്യാനിക്കുമ്പോൾ തന്നെ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും, നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. അത്രമാത്രം ഭയങ്കര ഒരു അഭിഷേകത്തിൻ്റെ വചനമാണ്. ഒരു കാര്യം ചെയ്യണമേ, അതുകൊണ്ട് എന്നാ ചെയ്യണം, ഇന്ന് നിങ്ങൾ ഒരു നിയോഗം പോലെ, നീ അനുഗ്രഹം പ്രാപിക്കുന്ന പോലെ മറ്റു മക്കളും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ഈ വചനം ഒന്ന് ഫോർവേഡ് ചെയ്യണം കേട്ടോ. എല്ലാവരെയും അവരെയും കർത്താവ് അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ദിവസമായി ഇന്ന് മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.